വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങൾ അയോധ്യയ്ക്ക് പോവുകയാണ്. ഓടിക്കൊണ്ടിരിക്കുകയാണ് ട്രെയിൻ കിട്ടാൻ വേണ്ടി. എല്ലാ തവണത്തെയും പോലെ ഇപ്രാവശ്യം ലേറ്റാണ്. 6:25 ട്രെയിൻ. ഇപ്പോൾ 5:45 കഴിഞ്ഞിട്ടുണ്ട്. ഇവിടുന്ന് നടന്നു പോകാനുള്ള ദൂരം 6:05 മിനിറ്റ് ഉള്ളൂ. ഇവിടുന്ന് ശരിക്കും നടന്നു പോകാനുള്ള ദൂരമുള്ളൂ റെയിൽവേ സ്റ്റേഷനിലേക്ക്. ഒരു 10 മിനിറ്റ് ഉള്ളൂ. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഒരു ഓട്ടോ എടുത്താണ് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത്. 6 മണി 6:05 എത്തി. ഇനിയിപ്പോൾ പോയി ടിക്കറ്റ് എടുക്കണം. ട്രെയിനിൽ കയറി ഇവിടെ സീറ്റുണ്ട്, അതുകൊണ്ട് വലിയ സീനില്ല, ഇരുന്ന് പോകാം. വലിയ തിരക്കൊന്നുമില്ല. ഇത് ഫുൾ ജനറൽ കമ്പാർട്ട്മെൻ്റ് ഉള്ളൊരു ട്രെയിനാണ്, ഇൻ്റർസിറ്റി ട്രെയിനാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ടിക്കറ്റ് എടുക്കേണ്ടത്. സാധാരണ ഞങ്ങൾ ടിക്കറ്റ് എടുക്കാണ്ടാണ് പോവാറ്. ശിവരാജ് ഞങ്ങൾക്ക് ടിക്കറ്റ് എടുക്കണ്ട. അങ്ങനെ ഞങ്ങളിത് അയോധ്യ ഡാം സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് ഏകദേശം ഒരു 800 മീറ്റർ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ നടക്കാമെന്ന് വിചാരിക്കുന്നു. നല്ല വൃത്തിയുള്ളൊരു റെയിൽവേ സ്റ്റേഷൻ കാണാൻ പറ്റി. നല്ല രസമാണ്. നല്ല അടിപൊളി റെയിൽവേ സ്റ്റേഷനാണ്. നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടില്ലേ, നല്ല വൃത്തിയായിട്ടുള്ള ഫ്ലോറൊക്കെ നല്ല ക്ലീനാണ്. നല്ല ടൈൽസ് ഒക്കെ ഇട്ട് അടിപൊളിയാണ്. യെസ്, ദേ ഇവിടെ ഒരു അണ്ണാറക്കണ്ണനൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങളിതേ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്നൊരു ഓട്ടോ എടുത്തു. ഇവിടെ നിന്ന് 1 കിലോമീറ്ററാണ് കാണിക്കുന്നത്. നടക്കാമെന്നാണ് വിചാരിച്ചത്, പക്ഷേ ടൈം പോകുന്നതുകൊണ്ട് നടക്കേണ്ടത് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം ഒരാൾ 20 രൂപ അടച്ചു. പക്ഷേ വേറെ ചേട്ടൻ വന്ന് 15 എന്ന് പറഞ്ഞപ്പോൾ 15 പറഞ്ഞ ചേട്ടനും കൂടെ ഞങ്ങളിങ്ങ് പോന്നു. 1 കിലോമീറ്റർ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ 10 രൂപ കൊടുക്കേണ്ട കാര്യമുള്ളൂ. പക്ഷെ ഇവിടെ 10 രൂപ തർക്കിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ സമയം പോകുന്നുള്ളൂ. നമ്മൾ 15 രൂപയ്ക്ക് പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഞങ്ങളൊരു ഹോട്ടലിൽ കയറി ഫുഡൊക്കെ കഴിച്ചിട്ട് ആദ്യം നമ്മൾ ഹനുമാൻ മന്ദിറിലേക്കാണ് പോകുന്നത്. ഞങ്ങൾക്ക് ശരിക്കും ഒരു ഐഡിയ ഇല്ല എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. ഇവിടെ അടുത്താണ് മന്ദിർ. നമ്മുടെ ഫോണും സാധനങ്ങളൊന്നും കയറ്റാൻ പറ്റില്ല എന്ന് തോന്നുന്നു. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് വേണം ഈ അമ്പലത്തിൽ കയറാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ഹനുമാൻ മന്ദിറിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ കയറാനായിട്ട് ഫോണൊന്നും നമ്മൾ ലോക്കറിൽ വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഹനുമാൻ മന്ദിറിൽ തിരക്കാണ് ഈ കാണുന്നത്. നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് അയോധ്യ പോകുന്നതെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ഹനുമാൻ മന്ദിറിൽ പോയി തൊഴുതിട്ട് വേണം പിന്നെ രാം മന്ദിറിലേക്ക് പോകാൻ. അങ്ങനെയാണ് അവിടുത്തെ വിശ്വാസം. ഈ ഹനുമാൻ മന്ദിറിൽ ആരും അധികം നമ്മൾ കൺട്രോൾ ചെയ്യാനില്ലാത്തതുകൊണ്ട് നല്ല തിരക്കായിരുന്നു, ഭയങ്കര തിരക്കായിരുന്നു. അതുപോലെ നമുക്കവിടെ ഫോണൊക്കെ കയറ്റാം, അതിന് പ്രശ്നമൊന്നുമില്ല, വീഡിയോസൊക്കെ എടുക്കാം. അങ്ങനെ ഞങ്ങൾ ഹനുമാൻ മന്ദിരമൊക്കെ തൊഴുതിട്ട് ഇനി നേരെ പോകുന്നത് ഏത് മന്ദിറിലേക്കാണ്? രാം ജന്മഭൂമി തീർത്ഥക്ഷേത്രത്തിലേക്കാണ്, രാം മന്ദിറിലേക്കാണ് പോകുന്നത്. അവിടെയാണ് രാം മന്ദിരം ഉള്ളത്. അവിടെ ഞങ്ങൾ മെയിൻ എൻട്രൻസ് വഴി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബാഗൊക്കെ വെക്കേണ്ടത് ഇവിടെ ഉള്ളിലാണ്, പുറത്തല്ല. അപ്പോൾ ബാഗ് സ്കാനിങ് ഒക്കെ കഴിഞ്ഞ് ഫോണും മറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ലോക്കറിൽ സൂക്ഷിക്കാനുള്ള സ്ഥലമുണ്ട്. അപ്പോൾ നോക്കാം. ഇത്രയും വലിയ ക്യൂ ആണ് അതിൻ്റെ ഉള്ളിലേക്കുള്ളത്. ഇത്രയും വലിയ ക്യൂ ആണ് ഉള്ളത്. അങ്ങനെ നമ്മൾ ഇവിടെയാണ് ബാഗ് സ്കാനിങ് നടത്തേണ്ടത്. അങ്ങനെ ബാഗ് സ്കാനൊക്കെ ചെയ്ത് നമ്മളെയും ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ ബാഗ് ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ലോക്കർ ഇതേ ആ ഭാഗത്തായിട്ട് ഇക്കൂടെ നടന്ന് വളഞ്ഞ് എങ്ങനെയോ ചെല്ലണമെന്ന് തോന്നുന്നു. ഇവിടെയാണ് നമ്മൾ നമ്മുടെ ഫോണും ബാഗും എല്ലാം സൂക്ഷിക്കേണ്ടത്. ഇവിടെ ഫ്രീ ആയിട്ട് നമുക്ക് നമ്മുടെ സാധനങ്ങളെല്ലാം സൂക്ഷിക്കാം. അങ്ങനെ ഞങ്ങൾ ശ്രീറാം മന്ദിരമൊക്കെ തൊഴുത് ഇറങ്ങി. ഇപ്പോൾ ദശരഥ് മഹലിൽ വന്നിരിക്കുകയാണ്. ഇപ്പോൾ രാം മന്ദിർ അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. ഭയങ്കര ഭംഗിയാണ് കാണാൻ. ഒരു കൊട്ടാരം പോലെ പണിത് വെച്ചേക്കുവാണ്. ഇനിയും അവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പണി പൂർത്തിയായി കഴിയുമ്പോൾ നല്ല അടിപൊളിയായിരിക്കും. ഒരു സെറ്റ് പോലെ നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ, അതെ, രാജമൗലി സെറ്റ് അടിപൊളി. ഫുൾ എന്താ അതിൻ്റെ ആർക്കിടെക്ചർ വർക്ക്സ് ആണെങ്കിലൊക്കെ അടിപൊളിയാണ്. അവിടെ നല്ല രസമായിരിക്കും എല്ലാ പണിയും പൂർത്തിയായി കാണുമ്പോൾ. ഭയങ്കര വേർത്ത് വാച്ചിങ് ആണ് അത് കാണുന്നത്. നമ്മൾ അതിൻ്റെ ഉള്ളിലെ ദർശനം, അതിനിടയ്ക്ക് അപ്പുറം അത് ഭയങ്കര രസമാണ് കാണാനായിട്ട്. ഭയങ്കര രസമാണ്. അതിൽ ഒരുപാട് പണി പൂർത്തിയാവാനുണ്ട്. അത് പൂർത്തിയായി കഴിയുമ്പോൾ ഒന്നും കൂടെ ഭയങ്കര എന്നുള്ളത്. രാമായണത്തിന്റെ കഥകളൊക്കെ അതിൽ മറ്റേ ഇങ്ങനെ സ്കൾപ്ചർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ ഫോണോ കാര്യങ്ങളൊന്നും അലൗഡ് അല്ലാതെ നമുക്കിത് എടുക്കാൻ പറ്റാതിരുന്നത്. അപ്പോൾ
അടിപൊളിയാണ്. അത് കണ്ടാലാണ് മനസ്സിലാവുള്ളൂ. എത്രമാത്രം പറഞ്ഞറിയിക്കണം എന്നറിയില്ല, അത്രയ്ക്ക് അടിപൊളിയാണ്. ഒരു സെറ്റ് പോലെ, ഒരു മൂവി സെറ്റൊക്കെ പോലെ, ഒരു കൊട്ടാരം വൈബ്, ഇത്രയും അടിപൊളിയാണ്. പിന്നെ ഇന്ന് ചൊവ്വാഴ്ച ആയതുകൊണ്ട് കുറച്ചധികം തിരക്കുണ്ടായിരുന്നു. ചൊവ്വാഴ്ചയും ശനിയാഴ്ചയും ഞായറാഴ്ചയും ഈ 3 ദിവസമാണ് തിരക്കുണ്ടാവുക. ബാക്കിയുള്ള ദിവസം അത്ര തിരക്കുണ്ടാവാറില്ല. ഇതാണ് നമ്മൾ മൂന്നാമത് പോയ സ്ഥലം, ദശരഥ് മഹൽ എന്ന് പറയും. ഇതും ഒരു മന്ദിരമായിരുന്നു, പക്ഷെ നമ്മൾ പോയ സമയത്ത് ഇത് തുറന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ദശരഥ് മഹലൊക്കെ കണ്ടിട്ട് നമ്മൾ പിന്നെ അടുത്ത സ്പോട്ടിലേക്ക് പോകുന്ന സമയത്താണിത് റോട്ടിൽ കൂടെ പോകുമ്പോൾ ഇങ്ങനെ ഒരു ഇത് കണ്ടത്. നല്ല രസമാണിത് കാണാനായിട്ട്. രാമനെയും സീതേനെയൊക്കെ ഇങ്ങനെ വെച്ച് ഇവിടെ എന്തോ പൂജയൊക്കെ നടത്തുന്നുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ കാശ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് ആ ഊഞ്ഞാൽ ഒന്ന് ആട്ടാനും പറ്റും. കൂടാണ്ട് ആ പൂജാരിയുടെ നിന്ന് ആ മയിൽപ്പീൽ വെച്ച് അനുഗ്രഹം കിട്ടുകയും ചെയ്യും. നല്ല മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണിത്. ഇവിടെ ഫ്രീ ഫുഡ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഫ്രീ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നാം. സത്യം പറഞ്ഞാൽ വീഡിയോയിൽ ക്ലിയർ ആയിട്ടൊന്നും പറയുന്നൊന്നുമില്ല കറക്റ്റ് എവിടെയാണെന്ന്. ഞങ്ങളിവിടെ ആളുകളോട് ചോദിച്ച് മനസ്സിലാക്കുകയാണ് ചെയ്തത്. വഴി കൺഫ്യൂഷനായി. അപ്പോൾ ഞങ്ങൾ പോലീസുകാരുടെ ചോദിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞത് നമ്മൾ ടോക്കൺ എടുക്കണം, എന്നിട്ട് അങ്ങോട്ട് പോകണമെന്നാണ്. അപ്പോൾ നമ്മൾ ടോക്കൺ എടുക്കാൻ വേണ്ടി പോവുകയാണ്. ടോക്കണെല്ലാം എടുത്തു കഴിയുമ്പോഴാണ് നമ്മൾ അകത്തേക്ക് വിടുന്നത്. ഇവിടെയാണ് നമുക്ക് ഫ്രീ ആയിട്ട് ഫുഡ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയത് പൂരി, പിന്നെ ഒരു സ്വീറ്റും കിഴങ്ങ് കറിയും, പിന്നെ വേറെ എന്തോ ഒരു മധുരമൊക്കെ ഉള്ളൊരു സാധനമായിരുന്നു. അതുപോലെ എൻ്റെ കൂടെ ദാലും ചോറും ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റായിരുന്നു. അവിടെ നിന്ന് നമ്മൾ നേരെ പോയത് കനക് ഭവൻ കാണാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ചെന്ന സമയത്ത് അവിടെ അടച്ചിട്ടേക്കുമായിരുന്നു. പറയുന്ന സ്ഥലങ്ങളെല്ലാം വളരെ അടുത്താട്ടോ, നമുക്ക് നടന്നു പോയി കാണാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മൾ കനക് ഭവനിലെത്തി. അങ്ങനെ നമ്മൾ നമ്മുടെ സെക്കൻഡ് ലാസ്റ്റ് ഡെസ്റ്റിനേഷനായ കനക് ഭവനിലെത്തിയേക്കുവാണ്. ഇവിടെ അടച്ചിട്ടേക്കുവാണ് ഗൈസ്. വൈകുന്നേരം എങ്ങാണ്ട് തുറക്കുന്നതെന്ന് തോന്നുന്നു. ഇപ്പോൾ 3 മണി ആയിട്ടുള്ളൂ. ഇവിടെ അടച്ചിട്ടേക്കുക. പക്ഷേ ഈ ബിൽഡിംഗ് കാണാൻ നല്ല ഭംഗിയുണ്ട്, നിങ്ങൾക്ക് കാണാം ഗൈസ്. അങ്ങനെ ഞങ്ങളതേ കനക് ഭവനിലെത്തിയേക്കുവാണ്. ഇവിടെ ഞാൻ പറഞ്ഞ പോലെ അടച്ചിട്ടേക്കുക. ഭയങ്കര വെയിൽ, എവിടെയാണ് ഇരിക്കേണ്ടതെന്ന് അറിയില്ല. എല്ലായിടത്തും തണലത്തൊക്കെ ആൾക്കാരാണ്. ഗൗരിയാണ് ഇവിടെ ഉണക്കാനിട്ടതുപോലെ എവിടെയോ ബെഞ്ച് കയറി ഇരിക്കുന്നുണ്ട്. ഞങ്ങളിങ്ങനെ സ്ഥലം തപ്പിക്കൊണ്ട് നടക്കുവാണ് ഗൈസ്. ഞങ്ങളുടെ പുറകിൽ നല്ലൊരു അടിപൊളി മരമുണ്ട് കേട്ടോ, കാണിച്ചു തരാം. കണ്ട ആ ഫോട്ടോ എടുക്കുമ്പോഴാണ് കുറച്ചുകൂടി ഭംഗി. ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേനും മന്ദിർ തുറന്നു. അങ്ങനെ നമ്മളിന്ന് മന്ദിറിൻ്റെ ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ബിൽഡിംഗ് കാണാൻ ഭയങ്കര രസമാട്ടോ. ഫുൾ നല്ല ആർക്കിടെക്ചർ വർക്ക്സൊക്കെ ആയിട്ട് നല്ല അടിപൊളിയാണ് കാണാൻ വേണ്ടിയിട്ട്. ബിൽഡിങ്സൊക്കെ കാണുമ്പോൾ എനിക്കൊരു കൊട്ടാരം വൈബാണ് ഗൈസ് കിട്ടുന്നത്. അങ്ങനെ ഞങ്ങൾ ചെന്നപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. എല്ലാവരും മന്ദിറിൻ്റെ ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ട് ഓടുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. അങ്ങനെ നമ്മൾ പതുക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര രസമാണ് ഇങ്ങനെ ഈ ഒരു ബിൽഡിങ്ങിന് നമ്മൾ അങ്ങോട്ടേക്ക് ചെല്ലുന്ന സമയത്ത് ആ മന്ദിർ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അവിടെ പോയി കുറേ നേരം ടൈമൊക്കെ സ്പെൻഡ് ചെയ്തു. മന്ദിറിൻ്റെ ഉള്ളിൽ കയറി തൊഴുതു. അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ പോയത് ലതാ ചൗക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. അവിടെ നിന്ന് ഒരു 20 രൂപയ്ക്ക് ഇലക്ട്രിക് ഓട്ടോ എടുത്താൽ മതി നമുക്ക് അവിടെ എത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതാണ് ലതാ ചൗക്ക് എന്ന് പറയുന്നത്. ലതാ മങ്കേഷ്കറിന് രാമഭഗവാനോടുള്ള ആ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് ഒരു സ്മാരകം പോലെ പണിതേക്കുന്നതാണ് ഈ ലതാ ചൗക്ക് എന്ന് പറയുന്നത്. ഒരു വലിയ വീണയൊക്കെ ആയിട്ട്. ഇത് സരയൂ നദീൻ്റെ അടുത്തായിട്ടാണ് വരുന്നത്. ഇവിടെ നിന്ന് ഏകദേശം കുറച്ച് ദൂരമേ ഉള്ളൂ സരയൂ നദിയിലേക്ക്. ജസ്റ്റ് നടന്നു പോകാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ. അങ്ങനെ അതെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് സരയൂ നദി കാണാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അവിടെ പോയി കുറച്ച് നേരം ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് അവിടെ ഇരുന്ന് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നേരെ ഒരു ഓട്ടോ എടുത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി. ഞങ്ങളങ്ങനെ കോഫി കുടിച്ച് ട്രെയിൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ സീറ്റ് ഇല്ല, അതുകൊണ്ട് ഞങ്ങൾ തറയിലാണ് ഇരുന്നത്. തറയിൽ 6:59 നമ്മൾ ട്രെയിൻ എത്തും. റെയിൽവേ സ്റ്റേഷൻ അടിപൊളിയാണ് കേട്ടോ, അതുകൊണ്ടാണ് തറയിലിരിക്കാൻ പറ്റുന്നത്. നല്ല വൃത്തിയുണ്ട്, നല്ല അടിപൊളി റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ എനിക്ക് ആ വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് വേറെ വീഡിയോ എടുക്കാനുള്ള അവസരമൊന്നും കിട്ടിയില്ല. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ഓൾ.